CPIM അംഗത്വം പുതുക്കുന്നില്ല എന്നും അവഗണന സഹിച്ച് തുടരാനില്ല എന്നുമാണ് ജി സുധാകരന്റെ നിലപാട്. CPIM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദന്റെ പരാമർശത്തിൽ അതൃപ്തി വ്യക്തമാക്കി പാർട്ടി അംഗത്വം പുതുക്കുന്നില്ലെന്ന് ജി സുധാകരൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചു. നാളെ ആലപ്പുഴയിലെ വീട്ടിൽ ജി സുധാകരൻ വാർത്താസമ്മേളനം വിളിച്ചിട്ടുണ്ട്. വിഷയത്തിൽ നേതാക്കളുടെ പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്, അത് കേൾക്കാം. അങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുള്ള ഒരു സഖാവല്ല ജി സുധാകരൻ. നല്ല പക്വതയും കുറേ അനുഭവങ്ങളും ഒക്കെയുള്ള സഖാവാണ്. ആ നിലയിൽ അദ്ദേഹം അങ്ങനെ ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളൊക്കെ ഒന്നിച്ച് വിദ്യാർത്ഥി കാലഘട്ടം മുതൽ ഒന്നിച്ച് വന്നവരാണ്. ഈ നാട്ടിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ഈ നാടിനെ ശക്തിപ്പെടുത്തുന്ന ജനകീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നൊരു പാർട്ടിയാണ് CPIM. ഏത് പാർട്ടിയിൽപ്പെട്ടവരുടെ പ്രശ്നങ്ങളാകട്ടെ, അവരുടെ കുടുംബപരമായ പ്രശ്നങ്ങൾ, നാടിൻ്റെ പ്രശ്നങ്ങൾ, വികസന പ്രശ്നങ്ങൾ എല്ലാം വന്നെത്തുന്നത് ഒറ്റ പാർട്ടിയുടെ മുമ്പാകെയാണ്. ഒറ്റയ്ക്കല്ലല്ലോ ഇത്തരം കാര്യങ്ങൾ അഭിപ്രായം പറയുന്നത്. ഞാനത് കണ്ടില്ല. നിങ്ങൾ പറഞ്ഞു കേട്ട അഭിപ്രായം പറയാൻ പറ്റുമോ? അല്ലെ, ഞാൻ കേട്ടില്ലല്ലോ, ഞാൻ കണ്ടില്ല. ഞാനിപ്പോ കമ്മിറ്റി കഴിഞ്ഞ് ഇറങ്ങിയല്ലേ ഉള്ളൂ. വിവരം തിരക്കട്ടെ എന്താണെന്നത് എനിക്കറിയില്ലെന്ന്, ഞാൻ കേട്ടില്ലല്ലോ. അങ്ങനെ പുതുക്കുന്നില്ല എന്നുള്ള അഭിപ്രായം അദ്ദേഹം പറഞ്ഞു. എനിക്കറിയില്ല. അത് നിങ്ങളല്ലേ എനിക്ക് അയച്ചതാണ്. എനിക്ക് നിങ്ങളൊന്ന് അയച്ചതാ. ഞാൻ കണ്ടില്ല, എനിക്കൊന്ന് അയച്ചതാ. കഴിഞ്ഞ മാസം 28-നായിരുന്നു ജി സുധാകരനെ പ്രകോപിപ്പിച്ച CPIM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദന്റെ പ്രതികരണം. ജി സുധാകരനെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിനായിരുന്നു MB ഗോവിന്ദന്റെ ആ പ്രതികരണം. അതിലേക്ക് കൂടി. ഒരു പരിഗണനയില്ല. ജി സുധാകരനെ അനുനയിപ്പിക്കാൻ CPIM ജില്ലാ നേതൃത്വം നീക്കം ആരംഭിച്ചിട്ടുണ്ട്. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി. അശ്വിൻ, ഇപ്പോൾ പ്രതികരിക്കുന്ന മുതിർന്ന നേതാക്കൾ, അത് EP ജയരാജനാകട്ടെ, സജി ചെറിയാനാകട്ടെ, അത് അങ്ങനെ സംഭവിക്കും, അദ്ദേഹം പാർട്ടി വിടുമെന്ന് കരുതുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ള ഒരു വാചകം ഈ പറയുന്ന നേതാക്കളെയൊക്കെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇനി പാർട്ടിയിൽ തുടരാൻ ആകില്ല എന്നാണ്. എന്താണ് അദ്ദേഹം മനസ്സിൽ കാണുന്നത് നമുക്കറിയില്ല. അംഗത്വവും പുതുക്കാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് ഒരു അനുനയ നീക്കം? ഫോൺ വിളിച്ചു, പക്ഷേ അത് എടുത്തിട്ടില്ല. നാസർ ഫോൺ വിളിച്ചിട്ടും തുടർ നീക്കങ്ങൾ എങ്ങനെയാകും? വിവരങ്ങളുണ്ടോ? എടുത്തു ചാടിയുള്ളൊരു പ്രതികരണമായിരുന്നില്ല ഈ സുധാകരനത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറെ ആലോചിച്ച് നീണ്ട നാളത്തെ ആലോചനയ്ക്ക് ശേഷം ഇന്ന് അദ്ദേഹം പരസ്യമായ ഒരു പ്രതികരണം പാർട്ടിയിൽ പുറത്തു പോകുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയതാണ്. അംഗത്വം പുതുക്കുന്നില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ തീരുമാനം തന്നെ പാർട്ടിക്ക് പുറത്തേക്ക് പോകാനുള്ള തീരുമാനം. ഞാൻ അശ്വിനിലേക്ക് വരാം. ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്. ശ്രീജിത്തിലേക്കാണ്. ശ്രീജിത്ത്, ഇതിപ്പോൾ ഒരു വലിയ വിഷയമായി മാറിയിരിക്കുന്നു. വീണ്ടും ജി സുധാകരൻ പലകുറി അതൃപ്തി അറിയിച്ചതാണ്. ആ ഘട്ടത്തിലൊക്കെ പിന്നീട് അത് ഒരു അനുനയ നീക്കത്തിലേക്കൊക്കെ പോവുകയും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ കാണുകയും ചെയ്തതാണ്. ആ ഘട്ടത്തിൽ വീണ്ടും അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചുകൊണ്ട് MB ഗോവിന്ദന്റെ ഒരു പ്രതികരണം വരുന്നു. അത് നമ്മളിപ്പോൾ കേൾപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം അതിനുശേഷം ചിരിച്ചത്, തന്നെ കളിയാക്കി ചിരിച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത്ര മുതിർന്ന നേതാവിന്റെ വലിയൊരു പരിഭവം, വിമർശനം. അദ്ദേഹത്തിന്റെ അടുത്ത നീക്കം എന്ത് എന്നുള്ളതിലാണ് ആകാംക്ഷ. നാളെ മാധ്യമങ്ങളോട് അത് വിശദീകരിക്കാൻ പോവുകയാണ്. തീർച്ചയായും കോൺഗ്രസ് ഈ നീക്കങ്ങളൊക്കെ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ടാകുമല്ലോ. അനുജ, കേരളത്തിലെ ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഒരാളായ ജി സുധാകരനെ പ്രകോപിപ്പിച്ചത് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിലെ പ്രതികരണമാണ്. ജി സുധാകരനെ പരിഗണിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഒരു പരിഗണനയുമില്ല എന്ന മറുപടിയാണ് ചിരിച്ചുകൊണ്ട് MV ഗോവിന്ദൻ നൽകിയത്. ഇത് വളരെ അധിക്ഷേപകരമായ ഒരു പരാമർശമായിട്ടാണ് ജി സുധാകരനും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും കണ്ടത്. അതുകൊണ്ടാണ് പെട്ടെന്നുള്ള പ്രകോപനമായി ഇപ്പോൾ പാർട്ടി അംഗത്വം പുതുക്കേണ്ടതില്ല എന്ന നിലയിലേക്ക് ജി സുധാകരൻ എത്തിയിരിക്കുന്നത്. പാർട്ടി അംഗത്വം പുതുക്കേണ്ടതില്ല എന്ന് അദ്ദേഹം തീരുമാനിക്കുമ്പോൾ അദ്ദേഹം CPIMുമായുള്ള ബന്ധം വിച്ഛേദിക്കുന്നു. അദ്ദേഹത്തിന് വ്യക്തിപരമായി കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങളെ പിന്തുടരാതിരിക്കുകയോ ചെയ്യാം. എങ്കിൽ പോലും പാർട്ടിയുമായുള്ള ഔദ്യോഗിക ബന്ധം അദ്ദേഹം വിച്ഛേദിച്ചു എന്ന അറിയിപ്പാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ജി സുധാകരൻ നടത്തിയിരിക്കുന്നത്. ജി സുധാകരന്റെ രാഷ്ട്രീയ നീക്കങ്ങളെ വളരെ ഗൗരവത്തോടുകൂടിയാണ് കോൺഗ്രസ് അടക്കമുള്ള ആളുകൾ നിരീക്ഷിക്കുന്നത്. പ്രത്യേകിച്ചും ആലപ്പുഴ ജില്ലയിൽ പരക്കെ സ്വാധീനമുള്ള നേതാവാണ് സുധാകരൻ. സുധാകരന്റെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായ അടക്കമുള്ള കാര്യങ്ങൾ വലിയ തോതിൽ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുധാകരൻ സ്വീകരിക്കുന്ന സമീപനത്തെ അവർ വളരെ ഗൗരവത്തോടെ ഉറ്റുനോക്കുന്നു. അതുകൊണ്ട് തന്നെ സുധാകരന്റെ നീക്കങ്ങൾ എന്താണെന്ന ആകാംക്ഷ CPIM ക്യാമ്പിലുമുണ്ട്. അമ്പലപ്പുഴ അടക്കമുള്ള മണ്ഡലങ്ങളിൽ വലിയ സ്വാധീനമുള്ള നേതാവാണ് ജി സുധാകരൻ. അതുകൊണ്ട് തന്നെ സുധാകരൻ എന്തെങ്കിലും എതിർ നിലപാട് സ്വീകരിച്ചാൽ അത് പാർട്ടിക്ക് വലിയ തിരിച്ചടിയാകും. ആ തിരിച്ചടി പരിഹരിക്കാൻ അല്ലെങ്കിൽ അതിനു മുമ്പ് സുധാകരനെ അനുനയിപ്പിക്കാനുള്ള നീക്കമാണ് ജില്ലാ നേതൃത്വം നടത്തുന്നത്. കോൺഗ്രസും സമാനമായ ചില രാഷ്ട്രീയ നീക്കങ്ങൾ ഒരുപക്ഷെ നടത്തിയേക്കും. എന്നാൽ ജി സുധാകരൻ ഇതുവരെ അതുമായി ബന്ധപ്പെട്ട നിലപാട് കൃത്യമായി വ്യക്തമാക്കിയിട്ടില്ല.
അതായത് ഏത് തരത്തിലേക്കുള്ള അനുനയ നീക്കം എന്നാണ് നമ്മൾക്ക് അറിയാൻ കഴിയുന്നത്. ഫോൺ വിളിച്ചൊക്കെ പരിഹരിക്കാവുന്ന പ്രശ്നമല്ലല്ലോ. പ്രത്യേകിച്ച് ആർ നാസറിനെതിരെയൊക്കെ വലിയ വിമർശനം ഉയർന്ന സാഹചര്യത്തിൽ അദ്ദേഹം ഫോൺ വിളിച്ചാൽ തീരുന്ന പ്രശ്നമാണോ? ഇവിടെ നേതൃത്വത്തിനെതിരെ പൊട്ടിത്തെറിക്കുന്ന ജി സുധാകരനെയാണ് നമ്മൾ കാണുന്നത്. നാളെ അദ്ദേഹം മാധ്യമങ്ങളോട് കാര്യങ്ങൾ പറയാനിരിക്കുന്നു. തിടുക്കത്തിലൊരു അനുനയത്തിലേക്ക് പാർട്ടി കടക്കുമോ ശ്രീജിത്ത്? അനുജ, ജി സുധാകരന് സീറ്റ് നൽകേണ്ടതില്ല, സീറ്റ് നൽകുന്നതിലേക്ക് അദ്ദേഹത്തെ പരിഗണിക്കേണ്ടതില്ല എന്നത് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനമാണ്. ആ തീരുമാനത്തെപ്പറ്റി പ്രതികരിക്കുമ്പോൾ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് ചില വീഴ്ചകൾ പറ്റി എന്ന കാര്യത്തിൽ നേതാക്കൾക്കാർക്കും സംശയമില്ല. എന്നാൽ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ജി സുധാകരൻ ഉയർത്തുന്ന വെല്ലുവിളിയെ അല്ലെങ്കിൽ അദ്ദേഹം പാർട്ടിക്കെതിരായ നീക്കം നടത്തുകയാണെങ്കിൽ അതൊരുപക്ഷെ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് CPM നേതാക്കൾ തിരിച്ചറിയുന്നുണ്ട്. കാരണം പൊതുസമൂഹത്തിലും ജി സുധാകരന് വലിയ തോതിലുള്ള സ്വാധീനമുണ്ട്. അത്തരം സ്വാധീനമുള്ള ഒരാളെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പിടക്കുന്നത് ശരിയാകില്ല എന്നത് കണ്ടാണ് അനുനയ നീക്കം ആരംഭിച്ചിരിക്കുന്നത്. എന്നാൽ അനുജ സൂചിപ്പിച്ച പോലെ ജില്ലാ സെക്രട്ടറി ആർ നാസർ ഒന്ന് ഫോൺ വിളിച്ചതുകൊണ്ട് പരിഹരിക്കപ്പെടാവുന്ന പ്രശ്നമല്ല ജി സുധാകരൻ ഉന്നയിക്കുന്നത്. നേരത്തെ മുതൽ അദ്ദേഹത്തെ സൈബർ അധിക്ഷേപം നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അത്തരം ആവശ്യങ്ങളോടൊന്നും പാർട്ടി നേതൃത്വം കാര്യമായി പ്രതികരിച്ചില്ല. അതിനുള്ള ഒരു ഈർഷ്യ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.